എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 7-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. എയ്ഡഡ് ഭിന്നശേഷി നിയമനത്തിലെ സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. പരിഹാരത്തിലേക്ക് വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെയും മിനിങ്ങാന്ന് നോക്കിയായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം നിർഭാഗ്യകരമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലേക്ക് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവൺമെന്റും ഈ വിഷയങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ഉള്ള പ്രചരണങ്ങൾ ഇപ്പോൾ അടിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് തെറ്റായ നിലപാടാണ്. ഈ നിലപാട് തിരുത്തുവാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമന പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് ജോസ് കെ മാണി MP. കൂടുതൽ ചർച്ച ആവശ്യമെങ്കിൽ കേരള കോൺഗ്രസ് മുൻകൈയെടുക്കും. അനുഭാവപൂർവമായ നിലപാട് മുഖ്യമന്ത്രി എടുക്കുമെന്നാണ് പ്രതീക്ഷ എന്നും ജോസ് കെ മാണി പറഞ്ഞു. അത് രമ്യമായി പരിഹരിക്കപ്പെടും, അത് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും അതുപോലെ തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമാണെങ്കിൽ കേരള കോൺഗ്രസ് അത് മുൻകൈയെടുക്കും. MLA-മാരുടെ ഡെലിഗേഷനായിട്ട് തന്നെ മുഴുവൻ MLA മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മന്ത്രിയെ കണ്ടു. അനുഭാവപൂർണമായ ഒരു നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അതിനകത്തൊരു സംശയവും വേണ്ട, അതിനകത്ത് രമ്യമായി തന്നെ പരിഹരിക്കുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, നല്ല രീതിയിൽ പോകുന്ന വിദ്യാഭ്യാസ മേഖലയെ കരിനിഴലിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിനുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ ജോസഫ് വിഭാഗം ഉദ്ദേശിക്കുന്നത്? അമൃത, ഈ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കേരള കോൺഗ്രസുകൾക്ക് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമായി മാറിയിട്ടുണ്ട്. സഭകളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഇരു കേരള കോൺഗ്രസുകൾക്കുമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഇരു വിഭാഗത്തിൻ്റെയും പ്രതികരണം വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൃത്യമായി ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 7-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഈ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് സമര പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും കോട്ടയത്ത് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മോൻസ് ജോസഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ഏറെ നിഷേധാത്മകമാണ്. അത് ഏറെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ സഭാ നേതൃത്വത്തെയും ക്രൈസ്തവ മാനേജ്മെന്റുകളെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സർക്കാരിന്റെയും മന്ത്രിയുടെയും ഭാഗത്തുനിന്ന് വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നത്. ഇതിന് മറുപടി എന്നോണമാണ് ജോസ് കെ മാണി ഉച്ചയ്ക്ക് ശേഷം പ്രതികരണം നടത്തിയത്. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കപ്പെടും. അതിനായി കൃത്യമായ ഇടപെടലുകൾ കേരള കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ അനുരഞ്ജന ചർച്ചകൾക്ക് കേരള കോൺഗ്രസ് തയ്യാറെടുക്കും. ഇപ്പോൾ തന്നെ സർക്കാർ പ്രതിനിധികളെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും അടക്കം കണ്ട് ഈ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. പ്രതീക്ഷയോടെ ആണ് ഈ കാത്തിരിക്കുന്നത്. ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. കൂടാതെ സഭകളുടെ ഭാഗത്തുനിന്നും ഒരു സമ്മർദ്ദത്തിന്റെ കാര്യമില്ലല്ലോ, ഇപ്പോൾ ഇത് രമ്യമായി പരിഹരിക്കപ്പെടുന്ന വിഷയമാണല്ലോ എന്നുള്ള വളരെ ലഘൂകരിച്ചൊരു മറുപടിയായിരുന്നു ജോസ് കെ മാണി നൽകിയത്. എന്തായാലും കേരള കോൺഗ്രസുകൾക്ക് മേൽ ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി മാറിയിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. എത്രയും വേഗം തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മുന്നിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവും നടത്തുന്നത്. അമൃത. ശരി.